ഹായ് ഗൈസ്, ഞാൻ അന്ന് ഒരു ദിവസം എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സോറി പറയാൻ മറന്നുപോയി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെയാണ് ഒരു വീഡിയോ എടുത്തത്, പിന്നെ ഇന്ന് എടുക്കുന്നേ ഉള്ളൂ ഒന്ന്. പിന്നെ ഞാൻ അന്നൊരു ദിവസം ഒരു പച്ച ആത്തച്ചക്ക കാണിച്ചിരുന്നു. എല്ലാവരും ആത്തച്ചക്ക മരത്തുമ്പോൾ ഞാൻ പറിച്ചു കൊണ്ടുവന്നൊരു ആത്തച്ചക്ക ഞാൻ കാണിച്ചിരുന്നു. അത് ഞാൻ പഴുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അരിയിട്ട് വെച്ച ബക്കറ്റിലോ ചാരത്തിലോ വെച്ച് പഴുപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെ ഇന്ന് ഞാൻ അരിയിട്ട ബക്കറ്റിൽ വെച്ചിട്ടാണ് ഇത് പഴുപ്പിച്ചെടുത്ത്. അപ്പോൾ ഇത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് പഴുത്താത്ത ചക്കയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പഴുത്ത് ഞാൻ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. നിങ്ങൾക്ക് കൊതി വരും, ഉറപ്പാണ്. നോക്കിക്കോ, ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്, സൂപ്പറാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല പഴുത്ത് നല്ല ചുവന്ന കളറായിട്ടുണ്ട്, നല്ല ചുവപ്പ് കളറുണ്ടോ. ഞാനിത് കട്ട് ചെയ്യട്ടെ. ഇത് കട്ട് ചെയ്യല്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം, മുറിച്ചായി എടുക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കാനെന്ന് അറിയാലോ, കാര്യമില്ല, വീഡിയോ എടുത്തുതരാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ഞാനിത് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ആത്തച്ചക്ക പഴുത്തത്. ഇതിങ്ങനെ ഇത് കണ്ടത് ഇതിങ്ങനെ എടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കണം കേട്ടോ. ഇത് ഊരിയെടുക്കുക, ഇത് നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കാം. ഇത് അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. ഇതിങ്ങനെ എടുക്കാം. ഇത് കണ്ടതാ, ഇതാണിതിൻ്റെ പഴത്തിൻ്റെ ഉൾഭാഗമാണിത്. ഇതാണ് കഴിക്കണ്ടേ നമ്മൾ. ഇത്രയും ടേസ്റ്റായിരിക്കും ഇതിന്. അതിൻ്റെ ഉൾഭാഗമാണിത് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമാണിത്. ഇത്രയും നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ. നല്ല മധുരമായിരിക്കും ഇതിന് കേട്ടോ, സൂപ്പർ മധുരമായിരിക്കും. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും ഇന്നലെ എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇന്ന് ഒന്നുകൂടി പഴുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഇന്നെടുത്തത്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ നന്നായിട്ട് പഴുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇന്നേക്ക് മാറ്റിയത്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിക്കാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ കട്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പുറത്ത്. ഞങ്ങളിത് കഴിക്കും ഇപ്പോൾ. അത്രയും നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ഇത് കഴിക്കണം. ഇപ്പം ഇത്രയും കഷ്ണമാക്കി എടുത്തു. അതുണ്ടോ, ഇതിൻ്റെ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ കുരു കണ്ടോ, ഇതിൻ്റെ വിത്താണ് ഇത് കേട്ടോ. ഇതിങ്ങനെ ഇത് കഴിച്ചിട്ട് വിത്തുണ്ടാകും. സൂപ്പറാണ് കേട്ടോ. ബാക്കിൽ ലൈറ്റുള്ളതുകൊണ്ടൊരു ക്ലിയർ കുറവുണ്ടാവും. ഇത് കണ്ടതാ, ഇതാണ് ഇതിൻ്റെ വിത്ത്, കറുപ്പ് വിത്ത് ഉണ്ടോ. ഈ വിത്താണ് നമ്മൾ നട്ടിട്ട് നമ്മൾ ചെടിയായിട്ട് പൊടിപ്പിച്ചെടുക്കാവുന്ന വിത്താണിത്. വലിയ വിത്ത്, ചെറിയ കറുത്ത വിത്ത് ഉണ്ടോ. ഇതിൻ്റെ വിത്താണ് നമ്മൾ വലിയ മരമാക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഹലോ, ഇത് തിന്നാൻ പോകട്ടോ, കഴിക്കാൻ പോകട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാട്ടോ ഇത്. നല്ലതാണ് തിന്നണേ. നീളം തോലും ഈ കുരുവാട്ടോ, ഈ വിത്താണ് നമ്മൾ ചെടിയാക്കി നട്ടിട്ട് മരമാക്കിയിട്ട് ഈ പഴം ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുക കേട്ടോ. ഇതാണ് നമ്മൾ കഴിക്കുക, ഇങ്ങനെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇത് വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് നട്ട് എല്ലാവരും മരമാക്കിയിട്ട് കായുണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. ഇത്രയും നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ് ഇതെങ്ങനെ ആരും മിസ്സാക്കി കളയരുത്. ഇത് ഉണ്ടാക്കി കഴിക്കുക എല്ലാവരും. താങ്ക് യു. ഓക്കെ, അടുത്ത വീഡിയോ കാണാവേ. മൂപ്പർക്ക് കൊടുക്കട്ടെ, അവിടെ ഉണ്ട്, കഴിക്കാൻ ഇരിക്കുന്നുണ്ട്.